തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ സഹോദരികളെ കത്തികാട്ടി പീഡിപ്പിച്ചു. ആൺ സുഹൃത്തുക്കളെ കെട്ടിയിട്ട ശേഷമായിരുന്നു പീഡനം. കേസിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികൾക്കെതിരെ പോക്സോ ചുമത്തി. മനേഷ് മൂർത്തി ചെന്നൈയിൽ ചേർന്നു. മനേഷ്, വിവരങ്ങൾ. സുഹൈൽ, കഴിഞ്ഞ 30-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 2 പെൺകുട്ടികൾ, ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയും 19 വയസ്സുള്ള പെൺകുട്ടിയുമാണ്. സഹോദരിമാരാണ് ഇവർ. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം സമീപത്തെ ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ ഉത്സവത്തിന് പോയി തിരിച്ചു വന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴാണ് ഈ 3 പേർ, ഇപ്പോൾ പ്രതികളായി പിടിയിലായിട്ടുള്ള 3 പേർ ഈ പെൺകുട്ടികളെ കാണുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ആൺ സുഹൃത്തുക്കളെയും ഭീഷണിപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് ഇരുചക്ര വാഹനങ്ങളിലാണ് ദിണ്ടിഗൽ താമരക്കുളം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി ഈ പറഞ്ഞ രീതിയിൽ ആൺ സുഹൃത്തുക്കൾ 2 പേരെയും കെട്ടിയിട്ട ശേഷം ഈ പെൺകുട്ടികളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ഇവർക്കൊപ്പം, അതായത് ഈ 3 പേരും മറ്റൊരാളെ കൂടി അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. പിടിയിലായിട്ടുള്ളത് ഈ പ്രദേശവാസികൾ തന്നെയാണ്. ശരൺകുമാർ, വിനോദ് കുമാർ, സൂര്യപ്രകാശ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രസന്നകുമാർ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. ഇയാൾ ഈ താമരക്കുളത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ 4 പേരും കൂടിയാണ് ഈ 2 പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് ശേഷം അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ പെൺകുട്ടികൾ പിന്നീട് സനാർകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. അതിനുശേഷമാണ് ഈ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. മാത്രമല്ല ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിരവധി പോലീസ് സ്റ്റേഷനുകളായി കവർച്ച, കൊലപാതക ശ്രമം, അങ്ങനെയുള്ള നിരവധി കേസുകൾ ഈ 3 പേർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇനി മറ്റൊരാൾ കൂടി, പ്രസന്നകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുമുണ്ട്. സുഹൈൽ.